എലിക്കുട്ടിയമ്മ ഒരു മയക്കോ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉലാത്താനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതാണേ. ഹാപ്പി ആയിട്ടാണ് എലിക്കുട്ടിയമ്മ നിൽക്കുന്നത്. പിന്നെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ? ഒത്തിരി നാളായില്ലേ? പഠിച്ചോണ്ടാ? അത് തന്നെ, പഠിച്ചോണ്ടിരിക്കുവോ? എന്നും പഠിത്തമല്ലേ? ജീവിതം അവസാനം വരെ പഠിത്തമല്ലേ? ആരാ അത്? ആരാ അത്? അവിടെ ഒരു പെണ്ണാ? നമ്മുടെ പെണ്ണോ? ഞങ്ങളുടെ പെണ്ണാന്ന്. ഞങ്ങളുടെ പെണ്ണ്. പിന്നെ പിന്നെ അറിയാൻ പറ്റാത്ത എലിക്കുട്ടിയമ്മക്ക് തട്ടിയില്ല നൂർത്തത്. അത് ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളത്. എലിക്കുട്ടിയമ്മക്കൊക്കെ എല്ലാം അറിയാം. പുറത്തോട്ട് പോയോ? തിരിഞ്ഞു കിട്ടുന്നില്ലേ? അമ്മ അകത്തുണ്ടെന്ന്. അമ്മ അകത്തുണ്ടെന്നാ പറഞ്ഞ. അകത്തുണ്ടെന്ന്. അകത്തു കൂടെ നടക്കുവാന്ന്. അമ്മ ചവിട്ടിയെ വീഴാൻ തുടങ്ങിയോണ്ടാണ് അമ്മ ചാടി കസേര തല്ലി ബലമായിട്ട് പിടിച്ചത് കേട്ടോ. ചവിട്ടി മടങ്ങി കിടക്കുമായിരുന്നേ. അമ്മ തന്നെ നൂർത്തട്ടെ. അമ്മ അമ്മമാരെ മുറിയൊക്കെ പരിശോധിക്കാൻ പോകുന്നുണ്ട്. ഇതാരുടെ മുറിയാമേ? ഇതാരുടെ മുറിയാ? ഇതാരുടെ മുറിയാ? ഈ മുറിയിൽ ആരാ കിടക്കുന്നേ? ഇല്ലേ? അമ്മ അറിയില്ലാത്ത ആളാണോ കിടക്കുന്നത്? അമ്മ ജോമോളുടെ പേര് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ പേര് പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണേ. അവിടെ എല്ലാവരും കിടപ്പുണ്ടോ? അവിടെ എല്ലാവരും കിടപ്പുണ്ടോ? ആരെങ്കിലും കിടപ്പുണ്ടോന്ന്? കിടപ്പുണ്ടോന്ന്? കാണുന്നില്ലല്ലേ? കട്ടിൽ കിടക്കുമ്പോൾ ആള് കിടക്കുമോ? ആളില്ലാത്തപ്പോഴല്ലേ കട്ടിൽ ചുമ്മാ കിടക്കണേ? ആളില്ലാത്തപ്പോഴല്ലേ കട്ടിൽ ചുമ്മാ കിടക്കണേ? അതുകൊണ്ടാ കട്ടിൽ ചുമ്മാ കിടക്കുമോ? വെള്ളം കൊടുക്ക്. എന്നതാടാ? അല്ല എല്ലാവരും പോകുന്നുണ്ടോ? സാബുവിൻ്റെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുജാക്കു ആരെങ്കിലും എവിടെയെങ്കിലും ഒച്ച കേട്ടാൽ അന്നേരം അവൻ കഴിക്കാൻ തുടങ്ങും. അവനപ്പുറത്തെ സാബുവിൻ്റെ ആരെങ്കിലും വന്നാലും ഇപ്പം വട്ടത്തിൽ ഇങ്ങോട്ട് തിരിഞ്ഞാണല്ലോ പറയുന്നത്. ഇതൊന്നും ആരും വന്നിട്ടില്ലല്ലോടാ. ആരാ? എന്തടാ ചാക്കു? ചാക്കൂട്ടാ, ഇന്ന് മഴയുടെ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു. മഴ നല്ല ഇരുണ്ട് മൂടിയിരിക്കുന്നു. മഴ. എലിക്കുട്ടിയമ്മ വെള്ളം വെള്ളം മുഴുവൻ കുടിക്കണമെന്നാണ് പറഞ്ഞത്. മഴ മുകളിലോട്ട് കയറ്റി വെക്കാം. താഴോട്ട് ഇറക്കി വെച്ചാലും മതി. ഈ ഷെഡിലോട്ട് അവിടെയാണ് ഞാൻ അരികിലോട്ട് ചേർത്ത് വെക്കണം. ഇനി അരികിലോട്ട് ചേർക്കരുത്, അവിടെ തൂളി അടിക്കും. ഇച്ചിരി വെള്ളം കൂടെ വേണം. ഇച്ചിരി വെള്ളം കൂടെ വേണം തോന്നുന്നു. ഇച്ചിരി വേണ്ട വെള്ളം. അത് മതി, ഇനി കുടിക്കില്ല. ഈ കഞ്ഞീടെ കൂടെ തരാം. കഞ്ഞീടെ കൂടെ തരാം കേട്ടോ. കഞ്ഞീടെ കൂടെ തരാം. കഞ്ഞി വെള്ളം കേട്ടോ. അവിടെ കളഞ്ഞ് ശാലേ ഉള്ളൂ. വീട്ടിലുള്ള ശാലം കളഞ്ഞതേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും കളഞ്ഞൊന്നുമില്ല.
ആ എന്തോരം കവർ കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ? പ്രാർത്ഥന ഇതില്ല. നല്ല സുഖ നല്ല കാലാവസ്ഥയല്ലേ? തണുപ്പല്ലേ നല്ല തണുപ്പ്. ഉറങ്ങാം. നല്ല ഉറങ്ങാൻ എനിക്ക് വേറെ കുറെ പണികളുണ്ട്. പണിയൊന്നും ഇല്ലാത്തവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇവിടെ ഇച്ചിരി പോയി കിടന്നാൽ പക്ഷെ ഉറങ്ങിയല്ല. എനിക്ക് മഴ പെയ്യാൻ തുടങ്ങിയ പിന്നെ ഉറക്കം കുറഞ്ഞു പോയി. വേനൽക്കാലത്തായിരുന്നു ഇടിവെട്ടി ഉറക്കമായിരുന്നു. ആ തട്ടലോട്ട് പോയി അതാണ് വെച്ചേ. മുകളിലോട്ട് വെച്ചോ. ആ അതിൻ്റെ അപ്പുറത്തോട്ട്. ആ അവിടെ വെക്കാമല്ലോ. അവിടെ വെക്കാന്നേ. അമ്മ എങ്ങനെയെങ്കിലും ഇട ഉണ്ടാക്കി വെച്ചോടെ. ഇതെന്നാ കറി ഉണ്ടാക്കണേ? ബീറ്റ്റൂട്ട് തോരൻ. എന്നും ബീറ്റ്റൂട്ടാണ് അപ്പം. ഒരാഴ്ചയില് പച്ചക്കറി മേടിക്കാൻ പോകുമ്പം ഒരു ബീറ്റ്റൂട്ട് മേടിക്കും. ക്യാരറ്റ് തോരനോട് ഉണ്ടാക്കണം. കണ്ണിന് കാഴ്ച കിട്ടണ ക്യാരറ്റ് തോരൻ കഴിക്കുന്നതാണ്. ഇതൊന്നും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. എന്തെങ്കിലും ഒന്ന് തിന്നണല്ലോ ഓർത്തിട്ട് ഉണ്ടാക്കുന്നതാ. അതെ, പച്ചക്കറി ഒന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത ഐറ്റംസ് ആണ്. ഞങ്ങൾക്ക് ഇറച്ചി മീനുമാണ് എനിക്ക് ഇച്ചിരി എന്തെങ്കിലും മീൻ മതി. പിന്നെ ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. ഞങ്ങളെല്ലാം ഇഷ്ടം പോലെ പച്ചക്കറിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. എലിക്കുട്ടിയമ്മയുടെ മെയിൻ തോരനായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ മെയിൻ കറിയായിരുന്നു. ക്യാരറ്റ് മേടിച്ചു. ക്യാരറ്റ് തോരൻ വെക്കും. നല്ല തേങ്ങ. കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടും അല്ലേ എലിക്കുട്ടിയമ്മ? ക്യാരറ്റ് തോരനെ കുട്ടിയാ. ഞങ്ങളുടെയൊക്കെ കാഴ്ച പോയി. എലിക്കുട്ടിയമ്മയ്ക്ക് അങ്ങ് ദൂര കാഴ്ചയുണ്ട്, അടുത്ത കാഴ്ചയുണ്ട്. കണ്ടോ കണ്ടോ, ചക്കയൊക്കെ പറിച്ചു വെച്ചിരിക്കല്ലേ. പഴുത്ത് താഴെ ചടിയാത്ത നിന്റെ ചോട്ടിലോട്ട് ചെല്ലത്തില്ല, മുഴുവൻ കടക്കുക പഴുത്ത് വീണ്. പൊട്ടിപ്പോയി. എല്ലാം കണ്ടോ, എല്ലാം കണക്കും പറയുന്ന കേട്ടാ. ഇതിപ്പം നേരത്തെ ഓർമ്മയുള്ള സമയമായിരുന്നു പറഞ്ഞാൽ അപ്പുറത്തോട്ട് ചക്ക കൊടുക്കും. ഇപ്പുറത്തോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട്. ഇതൊന്നും ഞങ്ങള് കുടിക്കലാഞ്ഞിട്ടൊന്നും അല്ല, ഓർഡറാണ്. ഇപ്പഴും കൊടുക്കുന്നുണ്ടല്ലോ ഞങ്ങള്, ആരും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അവർക്ക് വേണ്ടാത്ത കുഴപ്പമേ ഉള്ളൂ. അവർക്ക് വേണ്ടാത്ത കുഴപ്പമുള്ളൂ, അവർക്ക് ഉണ്ടാക്കാൻ നേരെയില്ല. എല്ലാരും തിന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ പോലെ എല്ലാരും തിന്നില്ലെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞ് ചക്ക പറിച്ചു വെച്ചാൽ അവരെ പൊട്ടിയാണ്. രണ്ടെണ്ണം പറിച്ചു വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സെലിൻ ചേച്ചിയും കൊടുക്കണം, കരോട്ടം കൊടുക്കണം. അവരാവശ്യപ്പെട്ടിട്ട് നമ്മൾ പറിച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വന്നോണം കേട്ടോ. സംഗതി തീർന്നുകൊണ്ടിരിക്കുവാണ്. വിളിച്ചിട്ട് വന്നം താല്പര്യം ആവശ്യക്കാർ. കാരണം മുഴുവൻ ഇത്തവണ ആ മഴയും ഇതെല്ലാം കൂടെ വന്നപ്പോൾ ആ പടം മൊത്തം പോയി സാധനം. ഇനിയുള്ളത് പഠിക്കാൻ മോളിൽ കയറി പഠിക്കണം. പോവാണോ? ഇതൊന്നും പറയുന്നില്ലേ? പോവാണോ? അപ്പോൾ എലിക്കുട്ടിയമ്മ ഇനി ബിബീനയുടെ മുറി തപ്പി പോവാണ്. എല്ലാ മുറികളിൽ നിന്ന് ഇങ്ങനെ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ആരാ കിടക്കണേ? ആള് വരാറായിട്ടുണ്ട്. അവിടെ ആരാ കിടക്കണേ? ആള് വരാറായിട്ടുണ്ട്. അതിന്റെ ഒരു സൂചന ഉണ്ടാവും. എങ്ങനെ മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയത്തില്ല. വരുന്നേ, വരും വരും. ഇപ്പൊ ഇല്ല താമസം, ഇപ്പൊ ഇല്ല. ഇടയ്ക്ക് വല്ലതും വരുവുള്ളൂ അവധി കിട്ടുമ്പോ. അവധി കിട്ടുമ്പോ ഒന്ന് വരും. അവധി കിട്ടുമ്പോ വരൂന്നേ. താമസക്കാരി. ആ മുറി താമസിക്കുന്ന ആളെ ഇവിടെ അല്ല, പഠിക്കാൻ പോയിരിക്കുക. അപ്പൊ അവധി കിട്ടുമ്പോ വരും. നേഴ്സിംഗ് പഠിക്കാൻ പോയി. കാശ് വേണ്ടേ? പിന്നെ നേഴ്സുമാർക്കല്ലേ കാശുള്ളൂ. പിന്നെ ആരാ ഇവിടുന്ന് നേഴ്സ് പഠിക്കാൻ പോയേക്കണേ? ആരാ ഇവിടുന്ന് പഠിക്കാൻ പോയേക്കണേ? അറിയാവോ? എലിക്കുട്ടിയമ്മ അത് ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ പഠിത്തക്കാരുണ്ടായിരുന്നോ? നേരത്തെ ഇവിടെ പെണ്ണുങ്ങൾ, ഇവിടെ ഓരോ പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഒത്തിരി പെണ്ണുങ്ങൾ പഠിക്കാനുണ്ടോ? പെണ്ണുങ്ങൾ എണ്ണം കുറവല്ലേ ഇവിടെ? ആരാ പഠിക്കാൻ പോയേക്കണേ അറിയാവോ? പഠിക്കാൻ പോയിരിക്കുന്നതേ. മയങ്ങുന്നുണ്ടോ? അത് അടിച്ചോ. എലിക്കുട്ടിയമ്മ മയങ്ങുന്നുണ്ടോ? ഞാൻ വരാന്നോർത്തോണ്ടാ. അയ്യോ, 1:30 എന്നാ കഞ്ഞി കുടിച്ചിട്ട് എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചിട്ട് കിടന്നോ? കഞ്ഞി എടുക്കാം. കഞ്ഞിവെള്ളം കുടിച്ച് പോയില്ലേ, അതാ കുഴപ്പമായത്. എന്നാ ഇച്ചിരി കഴിഞ്ഞിട്ട് കുടിക്കാം. സന്ധ്യയല്ല, മഴക്കാറായോണ്ടാ. ഉച്ചയായതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വട്ടം വെള്ളം പൊങ്ങും തോന്നുന്നു. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇന്ന് മൊത്തം മഴയാ. വെള്ളം അല്ലേ?
വെള്ളം കൂടാൻ കാര്യം നടക്കും. വെള്ളം കാര്യം വേനൽക്കാലം കൃഷികൾ ചെയ്യുമ്പോൾ ആരും വെള്ളം ഇരട്ടിക്ക് ഇരട്ടി വേണം. ഇവിടെ വെള്ളം ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയില്ല, മുഴുവൻ ഒച്ച. ആപ്രിക്കന് വെച്ച് ഒരു രക്ഷയില്ല. കഞ്ഞി കുടിക്കുന്നില്ലേ? ആരുമില്ല, അവിടെ ആരും ഇല്ല, എല്ലാവരും പോയി. എവിടെ പോയി? എല്ലാവരും എവിടെ പോയി? എങ്ങനെയാ അറിയണം? അറിയത്തില്ലേ? പറയാതെയാണോ പോണേ? ഇവിടെ ആരും ഇല്ല. പറയാതെയാണോ പോണേ? ഇവിടെ ഉണ്ടാകുന്നവർക്കറിയാം. ആ എലിക്കുട്ടി അമ്മ ഇവിടെ ഇല്ലായിരുന്നോ? അമ്മ ഇവിടെ ഇല്ലായിരുന്നോ? കേൾക്കുന്നില്ലല്ലോ പറഞ്ഞൊന്നും. അപ്പോൾ എലിക്കുട്ടി അമ്മ പെട്ടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എല്ലാം ഉണ്ടോ പെട്ടിക്കകത്ത്? പെട്ടിക്കകത്തെല്ലാം ഉണ്ടോ? പെട്ടിക്കകത്തെല്ലാം ഉണ്ടോന്ന്? ഒന്നുമില്ലേ? പഴന്തുണിയൊക്കെ എന്തിനാ പെട്ടിക്കകത്ത് വെച്ചാണ്? പഴന്തുണിയൊക്കെ എടുത്ത് ഊറക്കളാ. പഴന്തുണിയൊക്കെ കരിക്കലത്തുണിയാക്കാം. കരിക്കലത്തുണിയാക്കാന്ന് പഴന്തുണിയൊക്കെ. കരിക്കലത്തുണിയേ അതൊന്നും പഴന്തുണി ആക്കാനില്ല, ഇപ്പൊ വേറെ മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിക്കുന്നത് എല്ലാം റെഡിമെയ്ഡാ. തുണിയില്ലേ നമ്മള് കലമൊക്കെ അടുപ്പേന്ന് പിടിക്കാൻ ഉപയോഗിക്കുന്ന തുണി, കരിക്കലത്തുണി അങ്ങനെ പറഞ്ഞാലേ ചെക്കപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. ചെക്കപ്പൊന്നും ചെയ്തില്ല. ചെയ്തോളൂ. എന്തിനാ രോഗം ചെയ്യാൻ വന്നേക്കണത്? ഞാൻ ചെക്കപ്പൊന്നും ചെയ്തില്ലല്ലോ. അമ്മയുടെ സാധനങ്ങൾ അമ്മയ്ക്ക് പരിശോധിക്കാം. പഴന്തുണിയല്ലേ? പഴന്തുണി എന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കണേ? അതുകൊണ്ടല്ലേ ചോദിച്ചേ. വെറുതെ പഴന്തുണി വെച്ചോണ്ടിരിക്കുന്നേ. കുട്ടി അവിടെ നിന്ന് നോക്കട്ടെ. പശുവും ആടൊക്കെ എത്ര നാളായി ഇങ്ങനെ നോക്കിയിട്ട്? നാളൊരു ദിവസം നോക്കിയതേ ഉള്ളൂ. അതല്ലേ പറഞ്ഞേ, ഒത്തിരി നാളായി നോക്കിയിട്ട്. വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കുന്നുള്ളൂ. ഇപ്പം മറ്റേ എന്നും പോയി നോക്കിയെന്ന് കമൻട്രി പറഞ്ഞോണ്ടിരുന്ന പശു നിപ്പുണ്ട്, കിടാവ് നിപ്പുണ്ട് എന്നൊക്കെ അതിനെക്കൂടെ തിന്നാൻ വിട്ടു, മേയാൻ വിട്ടു. തിന്നാനൊന്നും ഇല്ല. ആടിനെ കാണാൻ അവിടെ അല്ല, ആടിനെ കാണത്തില്ലേ? എത്തി വലിയൊക്കെ നോക്കണം. മഞ്ഞ കളറുള്ള വസ്ത്രമല്ല, മഞ്ഞ കളറുള്ള കയറാ. അല്ലല്ല, മഴക്കോട്ടില്ലേ? മഴക്കോട്ട് മഞ്ഞ കളറില്ലേ? അതെ, മഴക്കോട്ട. മഴ നനയാതിരിക്കാൻ വേണ്ടി ഇടുന്നതാ ഡ്രസ്സാ. കന്നാലിനെയൊക്കെ അവിടെ പറമ്പിൽ പോകുമ്പോൾ കുട പിടിച്ചാൽ നടക്കില്ല. അതിനാണ് നമ്മൾ മഴക്കോട്ട് മേടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടിക്കകത്തുള്ള പഴന്തുണിയൊന്നും കളയുന്നില്ല അല്ലേ? പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന പഴന്തുണിയൊക്കെ എടുത്ത് കളഞ്ഞേക്കായിരുന്നു. പെട്ടിക്കകത്തിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് കളയാന്ന്. ചോദിക്കും. പഴന്തുണിയല്ലേ? പഴന്തുണിയാണ്, പഴയതാണ്. പഴക്കം ചെന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നും പുതിയതിടാൻ പറ്റുമോ അല്ലേ? എന്നും പുതിയതിടാൻ പറ്റുമോ? നീ പുതിയതാക്കി അലക്കി എടുക്കുക കൊടുക്കണത്. അല്ലാതെ ഒരു കൊല്ലം 2 കൊല്ലം ചായ കാലാകാലം മുഴുവൻ കൊടുത്തോണ്ടിരിക്കണല്ല. വർഷങ്ങൾ തോറും ഇതെങ്ങനെയാ. എന്നാലും ഇതുപോലെ വസ്ത്രങ്ങൾ അത് കൊടുത്തോണ്ട് നടക്കാൻ പറ്റിയല്ല. കഴിയുമ്പോൾ അതെല്ലാം അലക്കി പെറുക്കി എടുത്ത് വെച്ചോണ്ട് കൊടുക്കണം. മാറി മറിച്ചു ചട്ടയും മുണ്ടൊക്കെ എടുത്ത് വിട്ടാലോ? പണ്ടൊക്കെ എന്തോ പരിപാടികളായിരുന്നു. ചട്ടയും മുണ്ടും എടുത്ത് വിട്ടാലോ? അതൊക്കെ വിട്ടുപോയി. എന്നും ചട്ടയും മുണ്ട് കൊടുക്കലായിരുന്നു. ഇവിടുത്തെ അമ്മയും ചാച്ചനും ഇല്ല. ചാച്ചനില്ല, അവിടെ പോയി. അതൊക്കെ പോയി. അതിനെയൊക്കെ ഓടിച്ചു വിടുന്നു. അതിനെ ഓടിച്ചു വിട്ടെന്നു. ഉത്തരവാദിത്തം ഇല്ലായിരുന്നല്ലേ പറഞ്ഞേ? ചാച്ചന് ഉത്തരവാദിത്തം ഇല്ലെന്നല്ലേ പറഞ്ഞേ? അപ്പൊ വേണ്ടി ചാച്ചനെ ഇവിടെ ഓടിച്ചു. അതിന് ഉത്തരവാദിത്തം ഇല്ലാത്തതായിരുന്നു. ഉത്തരവാദിത്വം പ്രായമായില്ലേ? അതിന് ഉത്തരവാദിത്തം ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനെ ഓടിച്ചു വിട്ടു. സാമാന്യം പ്രായമായി. ഇപ്പം ഓടിച്ചു വിട്ട സമയത്ത് പ്രായമായില്ലായിരുന്നു. 10-70 വയസ്സെങ്കിലും കാണും. ഒന്നും അല്ല, ഇന്നലെ ഉള്ളതല്ല. ഇന്നലെ ഇന്നൊന്നും ഉള്ളതല്ല. അതിനെ കയറി ഇന്ന് ഉള്ളതിനെയൊക്കെ ചാച്ചൻ കയറി വിളിക്കാൻ പറ്റുമോ? അല്ലേ? എന്തുവാണോ? നിറയില്ല. ആർക്കാ
ആർക്കാ നിറമില്ലാത്തത്? ഏ? ആർക്കാ നിറമില്ലാത്തത്? അത് ആ ലൈറ്റ് കളിച്ചിട്ട്. ആ ലൈറ്റിനാ. മുറി വെട്ടം കുറവാന്നാ അമ്മ പറഞ്ഞത്. വെട്ടം കൂടിയതൊക്കെ ഇടണം ബൾബ്. ആ അത് ഈ മിന്നാമിനിങ്ങിന്റെ വെട്ടാന്ന് അമ്മ പറയായിരുന്നു പണ്ട് ഇട്ടിരിക്കുന്നതൊക്കെ. പകലല്ലേ? മിന്നാമിനിങ്ങിന്റെ വെട്ടമുള്ള ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുവാന്ന്. പകലെന്തിനാ ഇതിന് മാത്രം വെട്ടാടാ? അതൊക്കെയാ നല്ലത്. ആണോ? പണ്ട് കുറ്റമായിരുന്നല്ലോ. വെട്ടണ്ട പോയി കറണ്ട് ലാഭം കിട്ടാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാ. കറണ്ട് കാശ് ലാഭമുണ്ട് അല്ലേ? ഇതെല്ലാം കാശ് കൊടുക്കണ്ടേ അല്ലേ? ഉറങ്ങാം ഇച്ചിരി നേരം കിടക്കാം. കിടക്കാം. എന്നാ കിടന്നോ? ഉറക്കം വന്നിട്ട് എനിക്ക് ഭയങ്കര ഉറക്കല്ലായിരുന്നു. പൊക്കോ. ഇല്ല അത് ഞാൻ കിടന്നാ പിന്നെയും കിടക്കും. ആ പക്ഷെ എന്നെ ഇട്ടിട്ട് ചിലപ്പം പോകുന്നേ ഉള്ളൂ. പ്രാർത്ഥന ഇല്ലേ? ചിലപ്പം പ്രാർത്ഥന ചിലപ്പോ ഇട്ട് ഇതിലെല്ലാം നടക്കും. ആ രോമം ഇരിക്കണ മുറി പോകും, എല്ലാം മുറി വഴി നടക്കും. ചെക്കപ്പ് അമ്മ പറഞ്ഞ പോലെ ജനലെല്ലാം പോയാ ഒരു ചെക്കപ്പ് കഴിഞ്ഞു. ഒരു കിടപ്പ് ഉറക്കം കഴിഞ്ഞേറ്റു. ഒരു ചെക്കപ്പ് കഴിഞ്ഞു. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും. തലമുടി എല്ലാം ഒന്ന് തൂത്തും വെടിക്കും, മര്യാദക്ക് വെക്കും. എടുക്കണ വരുമ്പോ ചെത്തി എടുക്കണ ചെടിയാ. ആണോ? ചെടിയല്ല, അതിന്റെ അരിയാ അതൊക്കെ അല്ലേ? ഓ പുല്ല് ചെത്തണേ. അത് നല്ലതാണ്. കുളിക്കണം തലയത്തേച്ച്. മറ്റേ താളി ഇത് കൂട്ട് എന്റെ വരുന്ന ചെമ്പരത്തിയാ? അല്ലല്ല, മറ്റേ താളി നമ്മള് പറമ്പിൽ നിന്ന് പഠിക്കുന്ന താളിയില്ലേ? ഒരു പൂ ഇങ്ങനെ കീഴോട്ട് നിൽക്കുന്നേ. അത് നല്ല താളിയാ. അത് നല്ല പതയേനെ. താളിച്ചെടി ഒരു നമ്മുടെ ഇതുപോലെ ഇരിക്കും. ഇലമഷിയില്ലേ? അതിന്റെ പോലെ കട്ടിയാ. അത്രയും കട്ടിയില്ല. അതൊന്നും ഇപ്പൊ പറമ്പിൽ കാണാൻ പോലും ഇല്ല. ഇത് പറമ്പിൽ താളി അതെടുത്തെങ്കിൽ പിഞ്ഞ ഇങ്ങനെ നമ്മള് ഇലയെടുത്ത് വീഴ്ചയിൽ തന്നെ അത് കൂടാ സോപ്പും പത പോലെ. അത് പണ്ട് കുളികളൊക്കെ ഇതൊക്കെയല്ലേ ഇവിടെ പരിപാടികള്. ഞങ്ങളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഈ തോട്ടിലൊക്കെ പോയി കുളിക്കുമ്പോഴത്തേനൊക്കെ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് പോയി അവിടെ പോയി പറിച്ചോണ്ട് വരാൻ പറ്റുന്നത്തോളം കാലം അമ്മ പോയി ചെമ്പരത്തി പറിച്ചോണ്ട്. എന്റെ പൊന്നെ, ഈ ടോയ്ലറ്റ് കാണിച്ചിരുന്ന കാണായിരുന്നു. എല്ലാം കുത്തിപ്പിഴിഞ്ഞ ഇലയെല്ലാം 4 പാടും വലിച്ചെറിഞ്ഞ്. അയ്യോ നമ്മുടെ താളിപ്രയോഗം പറഞ്ഞതാ. കാണാതെ പോകും. കാണാതെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും ഇല്ലെന്ന് കാണുമ്പോ ഒരൊറ്റ വിടിയില്ല. ഒരു കവറിനകത്താക്കി കൊണ്ടേ കുറെ എണ്ണം കൂടെ വെക്കും ചെമ്പരത്തിത്താളി. അവരെ സഹായിക്കേണ്ടേ? ആരെ? ചെമ്പരത്തീനെയാ? ചെമ്പരത്തീനെ സഹായിക്കേണ്ടതാ. ഇതാരാ ഈ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് തന്നെ? ഈ ക്യൂടെക്സ് ഒക്കെ ഇട്ട് തന്ന ആരാ? ഈ കാലയില് കളർ അടിച്ചിരിക്കുന്നത്, ഈ വിരളയിൽ ഇരിക്കണുണ്ടോ ചുമന്നിരിക്കുന്നത്? ആ ഗുളിക തേച്ചതാ. ഗുളിക കാലയിലാണോ തേച്ച് തരുന്നേ? തേച്ചതല്ലെന്നേ, അത് കാലയിലോട്ട് ഇങ്ങനെ തേച്ചോണ്ട് ഇങ്ങനെ തേച്ചോണ്ട് പോയപ്പോ അവിടെ എല്ലാം അങ്ങ് പറ്റിയതാ. കൊള്ളാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ എല്ലാരും കാലയിലോട്ട് ഗുളിക അങ്ങ് തേച്ചോണ്ട് അങ്ങ് പോകുന്നതല്ല, അവരുടെ വിരളിലിരിക്കുന്നത്. ഗുളിക തേപ്പ് കാലയിലല്ലേ? കുഴമ്പ് പോയെണ്ണയൊന്നും അല്ല തേക്കണേ. എന്തെല്ലാം കാര്യങ്ങളാണോ പറയുന്നത്? എണ്ണയും കുഴമ്പൊന്നും അല്ല കാല തൂക്കണ, ഗുളികയാ. ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കിടന്നുറങ്ങാ മനുഷ്യ. പോയി കിടന്നുറങ്ങാ. സമയം ഏറ്റു പോണം. വിളിക്കുമ്പോ പോണം. ഈശ വിളിക്കുമ്പോഴല്ലേ? അതുവരെ ഇവിടെ കിടക്കാം. ഈശ വിളിക്കുമ്പോഴല്ലേ? രാത്രിയുടെ കഴുകി കിടത്താം. അമ്മ വായിക്കോട്ടെ. എനിക്ക് പോലോ ഞാനൊന്ന് കിടക്കട്ടെ പ്ലീസ്. ഉറക്കം വന്നു നന്നായിട്ട്. പൊക്കോ അമ്മേനെ ഉറക്കും ഞാനല്ലെങ്കിൽ ഉറങ്ങാതെ ഉറക്കും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.